വളരെ പെട്ടെന്ന് 3 ദിവസം കൊണ്ട് ഇൻസ്റ്റൻ്റായിട്ട് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഒരു സ്ട്രോങ് ആയിട്ടുള്ള ഒരു പൈനാപ്പിൾ വൈൻ്റെ റെസിപ്പിയാണ് കേട്ടോ ഇത് ഇരിക്കുന്തോറും ഈ വൈൻ ഒരുപാട് സ്ട്രോങ് ആയിക്കൊണ്ടേ പോവും. പക്ഷേ നമുക്കിത് കൂടുതൽ ദിവസം വച്ചേക്കാൻ പറ്റത്തില്ല, കാരണം അതിൻ്റെ ടേസ്റ്റ് കാരണം നമ്മൾ കുടിച്ച് തീർത്തു പോവും. അപ്പോൾ ഞാനിതിൻ്റെ ഷോർട്സ് ഇട്ടിട്ടുണ്ടായിരുന്നു. ഇപ്പം നമുക്ക് ഡീറ്റെയിൽഡ് വീഡിയോയിലോട്ട് അതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് കാണാൻ പോവാം. ഒരു പൈനാപ്പിൾ, ഇതൊരു 650 ഗ്രാമുള്ള ഒരു പൈനാപ്പിളാണ്. അപ്പോൾ അതിൻ്റെ തൊലിയും ഒക്കെ പോയി കഴിഞ്ഞപ്പോഴത്തേക്ക് ഒരു 1/2 കിലോ പഴമായിട്ട് ഞാനത് കട്ട് ചെയ്തെടുത്ത് വെച്ചിട്ടുണ്ട്. അത് നമുക്ക് കുക്കറിലോട്ട് ഇട്ട് കൊടുക്കാം. ഒരു തക്കോലം, 2 ഗ്രാമ്പു, 1 ഏലക്ക, ഇത്രയും ഇട്ട് കൊടുക്കാം. ഒരു ചെറിയ കഷ്ണം ഇഞ്ചി കുത്തി ചതച്ചത് ഇട്ട് കൊടുക്കാം. 1/2 കിലോ പൈനാപ്പിളിന് 1 ലിറ്റർ വെള്ളം ഒഴിച്ചു കൊടുത്ത് നമുക്ക് കുക്കറിൽ ഒരൊറ്റ വിസിലടുപ്പിച്ച് ഒന്ന് ഓഫ് ചെയ്ത് വയ്ക്കാം. അതവിടെ ഇരുന്ന് ഒരു 2 മണിക്കൂർ നന്നായിട്ട് തണുത്തതിന് ശേഷം നമുക്ക് ഒട്ടും ജലാംശമില്ലാത്ത ഒരു അരിപ്പിൽ വെച്ച് നന്നായിട്ടൊന്ന് ക്രഷ് ചെയ്ത് അതിൻ്റെ മൊത്തം നീരും നമുക്കെടുക്കാം. ഇനി അങ്ങോട്ട് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇനി അങ്ങോട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഒരൊറ്റ പാത്രത്തിലും ഒരല്പം പോലും ജലാംശം ഉണ്ടായിരിക്കാൻ പാടില്ല. തലേ ദിവസം തന്നെ കഴുകി വെയിലത്ത് വെച്ച് ഉണക്കിയ പാത്രങ്ങളായിരിക്കണം എല്ലാം. ആ ഒരു 1/2 കിലോ പൈനാപ്പിളിന് ഞാനൊരു 400 ഗ്രാം പഞ്ചസാര ഇട്ട് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു 1/2 കിലോ പഞ്ചസാര തന്നെ വേണമെങ്കിലും ഇട്ട് കൊടുക്കാം. ഒരു 3/4 ടേബിൾ സ്പൂൺ ഈസ്റ്റ് ഇട്ട് കൊടുക്കാം. ഒരു കൈ ഗോതമ്പ് ഇട്ട് കൊടുക്കാം. ഈ ഗോതമ്പാണ് നമ്മുടെ വൈനെ നന്നായിട്ട് സ്ട്രോങ് ആക്കുന്ന ഒരു ഘടകം. ഇത് മൂന്നും കൂടെ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് നമുക്ക് ഇളക്കി ഒന്ന് യോജിപ്പിച്ചെടുക്കാം. അപ്പോഴും പ്രത്യേകം ശ്രദ്ധിക്കുക, നമ്മൾ ഇളക്കുന്ന തവിയാണെങ്കിലും ശരി എല്ലാം തന്നെ അപ്പം തന്നെ കഴുകി ഉണക്കി എടുക്കാൻ നിൽക്കരുത്. അപ്പം തന്നെ കഴുകി ഉണക്കി എടുത്താൽ അതിനകത്ത് തീർച്ചയായിട്ടും ജലാംശം അല്പമെങ്കിലും ഉണ്ടായിരിക്കും. തലേ ദിവസം തന്നെ വെയിലത്ത് വെച്ച് കഴുകി ഉണക്കി എടുത്ത് വെച്ചതായിരിക്കണം. ഇല്ലെങ്കിൽ അല്പമെങ്കിലും ജലാംശം തങ്ങി നിന്നാൽ നമ്മുടെ വൈൻ പുളിച്ചു പോകാൻ ചാൻസ് ഉണ്ട്. ഇപ്പോൾ ഞാനതിൻ്റെ പകുതി ഒരു ഗ്ലാസ് ഭരണിയിലോട്ട് മാറ്റി പകുതി അതേ പാത്രത്തിൽ തന്നെ സൂക്ഷിച്ചിരിക്കുകയാണ്. ഞാനിത് തുണി കൊണ്ടൊന്നും മൂടി കെട്ടിയിട്ടില്ല. ഒരു ഇരുട്ടുള്ള കബോർഡിലോട്ട് കയറ്റി വെച്ചിരുന്നു. പിറ്റേ ദിവസം എത്തി അതേ സമയം നമ്മൾ തുറക്കുമ്പോഴേ കണ്ടില്ലേ പൊട്ടുന്നത് കാണാം. അതിൻ്റെ ഒരു റിയാക്ഷൻ നടക്കുന്നതാണത്. പിറ്റേ ദിവസവും നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം പഴയതുപോലെ തന്നെ അടച്ച് നമ്മൾ എവിടെ സൂക്ഷിച്ചിരുന്നോ അവിടെ തന്നെ സൂക്ഷിക്കുക. അതിനുശേഷം അടുത്തടുത്ത് വരുന്ന ആ 3 ദിവസങ്ങളിൽ ഈ അതേ സെയിം പ്രോസസ്സ് നമ്മൾ ചെയ്യുക. ഒരേ സമയം തുറന്ന് നോക്കുക, ഇളക്കുക, നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഇളക്കി കൊടുക്കുമ്പോഴത്തേക്ക് നമുക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കാം. മധുരമൊക്കെ കണക്കാണോ, അല്പം കൂടെ വേണമെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ പഞ്ചസാര വേണമെങ്കിൽ ഇട്ട് കൊടുക്കാം. 2ാമത്തെ ദിവസമൊക്കെ ഞാനത് അല്പം ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിയായിരുന്നു. അപ്പം തന്നെ നല്ല സ്ട്രോങ് ആയിരുന്നു. നല്ല നെഞ്ചിനകത്തുനിന്ന് നല്ല ചുള്ളനകത്തോട്ട് പോകുന്നത് പോലെയാണ് തോന്നിയത്. പിന്നെ അതിനുശേഷം നമ്മൾ ആ 3 ദിവസവും ഈ ഒരേപോലെ സമയത്ത് തുറന്നിട്ട് ഇളക്കി കൊടുത്ത് അടച്ചു വെച്ചു. ഇരുട്ടുള്ള സ്ഥലത്ത് അടച്ചു വെച്ചു. 4ാമത്തെ ദിവസം എത്തി. 4ാമത്തെ ദിവസം നമ്മൾ നല്ലൊരു വെള്ള തുണി എടുത്തിട്ട് ആ വെള്ള തുണിയിലോട് നമ്മൾ അത് ഫുള്ളായിട്ട് ഫിൽറ്റർ ചെയ്തെടുക്കുകയാണ്, നന്നായിട്ട് അരിച്ചെടുക്കുകയാണ്. എനിക്കിപ്പോൾ ഒരു 1/2 കിലോ പൈനാപ്പിൾ 1 ലിറ്റർ വെള്ളവും കൂടെ ഒഴിച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് എനിക്കൊരു 1.5 ലിറ്റർ വൈൻ കിട്ടിയിട്ടുണ്ട്. കണ്ടില്ലേ, നല്ല തെളിയായിട്ടുള്ള നല്ല വൈനാണ് കിട്ടിയിരിക്കുന്നത്. ഇത് നമ്മളൊരു കുപ്പിയിൽ അടച്ച് സൂക്ഷിക്കുക. എത്രയും ദിവസം കൂടുതൽ ഈ വൈൻ ഇരിക്കുന്നോ അത്രയും ദിവസം നമുക്ക് ആ വൈൻ സ്ട്രോങ് ആയിട്ട് കിട്ടും. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമെന്ന് വെച്ചാൽ ഒട്ടും ജലാംശമില്ലാത്ത പാത്രങ്ങളായിരിക്കണം എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങൾ ഈ വൈൻ വീട്ടിലൊന്ന് തയ്യാറാക്കി നോക്കുക. നിങ്ങൾക്കൊക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. അപ്പം വീണ്ടും നല്ലൊരു വീഡിയോയുമായിട്ട് പിന്നെയും ഞാൻ വരാം. ഹാവ് എ ഗുഡ് ഡേ. ബൈ.